ഒരുപാട് തിരിച്ചടികൾ താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ സക്സസ് ഇല്ലായ്മ ഒരു 4-5 കൊല്ലമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, കോമ്പറ്റീഷൻ ഉണ്ടാവണം. അപ്പം ഈ വലിയ പൈസ ചോദിക്കുന്ന ആൾക്കാർക്കും 10 ദിവസത്തേക്കൊക്കെ 30-35 ലക്ഷം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പകരം ഇവിടെ 2 ലക്ഷം രൂപ കൊടുത്താൽ അഭിനയിക്കാൻ തയ്യാറായിട്ട് അതേപോലെ കഴിവുള്ള ഒരാൾ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആ 30 ലക്ഷം എന്നുള്ളത് 15 ലക്ഷം ആവും, അല്ലെങ്കിൽ 20 ലക്ഷം ആവും, അത്ര മിനിമം. മീശമാധവനിലെ മീശ 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 പിരിച്ചാൽ പഠിച്ച കള്ളൻ പണി പറ്റിക്കും കണ്ട ആ പാട്ട് ഞാൻ എഴുതി. ഇപ്പോൾ ഒരുപാട് നിരൂപകന്മാർ പറയണത് കേട്ടിട്ട് സിനിമ കാണാതിരിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ ഒരു സംവിധായകൻ പറയാണ് നിങ്ങൾ ഈ സിനിമ കാണണം. അതുപോലെ ചെറിയൊരു സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കൂടി ഇപ്പോഴത്തെ കാലത്ത് പ്രസക്തമാണ്. അപ്പോൾ എത്രത്തോളം അതിന് മാർക്കറ്റിംഗ് സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം ഞാനാണ്. ക്ലാസ്മേറ്റ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ക്ലാസ്മേറ്റ്സിന് ഞാൻ രാജീവിനെ തിരിച്ച് വിളിച്ചു, രാജീവ് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിഭവങ്ങൾ വെച്ചിട്ട് ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് സങ്കടമാവും. അതുകൊണ്ടാണ് ശ്രമിച്ചു നോക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഈ സിനിമ കാണുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് സാറാണ് നമ്മളിവിടെ. വെൽക്കം ടു സിനിമ സാർ. ഓക്കെ, ഏറ്റവും പുതിയ വിശേഷം കോലാഹലമാണ്. ഈ ജൂലൈ 11 റിലീസിനെത്തുകയാണ്. അപ്പോൾ എന്താണ് പ്രതീക്ഷകളും മറ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കോലാഹലം ഞാനുമായിട്ട് യാതൊരു ബന്ധമുള്ള സിനിമയല്ല. അതാണ് ആദ്യത്തെ കാര്യം. ഞാനിതിൽ അഭിനയിച്ചിട്ടില്ല, ഞാനിതിൽ വിതരണം ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ യാതൊരു ടെക്നിക്കലി ഒന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ പ്രേക്ഷകരുടെ പ്രതിനിധിയാണിതിൽ. ഞാൻ ഈ സിനിമ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഫൈനൽ മിക്സിങ് നടക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് കാണാനിടയായി. എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടമായി. ഇത് ആളുകളിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം തോന്നി. കാരണം എല്ലാം പുതിയ, അധികവും താരതമ്യേന അപ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഡയറക്ടർ അതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അയാളുടെ 2ാമത്തെ സിനിമയാണ്. ബാക്കിയെല്ലാം ഏതാണ്ട് പുതിയ ആൾക്കാരാണ് ഇതിൽ ടെക്നിക്കൽ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിനിമ വന്ന് ആരും അറിയാതെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനു മുമ്പ് ഫെസ്റ്റിവലുകളിലൊക്കെ അയക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് റിലീസിനെ കുറിച്ച് കുറച്ച് വൈകിട്ടായാലും ആലോചിച്ചാൽ മതി. അതിനു മുമ്പ് ഈ സിനിമയ്ക്ക് ഒരു വിസിബിലിറ്റി ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് മതി റിലീസെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. അവരത് അംഗീകരിച്ചു. 31ഓളം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ പങ്കെടുക്കുകയും അതിൽ 26 സ്ഥലത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസിന് അവാർഡുകൾ കിട്ടുകയും ചെയ്തു. ഡയറക്ടർക്ക്, റൈറ്റർക്ക്, ആക്ടേഴ്സിന് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള, സിനിമാറ്റോഗ്രാഫർക്കൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ജൂലൈ 11-ാം തീയതി ഇത് റിലീസാവാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പം നിർമ്മാതാക്കളെയും ആർക്കും അറിയില്ല, ആക്ടേഴ്സിനെ ആർക്കും അറിയില്ല, സംവിധായകനെയും അത്ര പരിചയമില്ല. അങ്ങനത്തെ ഒരു സിനിമ എന്തിന് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് പ്രേക്ഷകരുടെ മുമ്പിൽ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ. നിങ്ങൾ കാണണം, ഇത് നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ മടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരിയസ് സിനിമയൊന്നുമല്ല. നിങ്ങളുടെ ചുണ്ടിലൊരു മായാത്ത പുഞ്ചിരി ഉണ്ടാവും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. രസകരമായിട്ടുള്ളൊരു സിനിമയാണ്, നല്ല ലൈഫുള്ള സിനിമയാണ്. എല്ലാവരും ആക്ടേഴ്സും മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഒരു ഇമേജിൻ്റെ ബാധ്യതകളൊന്നും ഇല്ലാത്ത ആളുകൾ ശരിക്കും ക്യാരക്ടേഴ്സായി മാറുന്ന ഒരു കാഴ്ചയുണ്ട് ഈ സിനിമ. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളവനാട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു. പിന്നീട് അത് അങ്ങനെ ഇല്ലാണ്ടായി, ആ ഭാഷ തന്നെ സിനിമയിൽ നിന്നും മാറി. പക്ഷെ ഇത് വളരെ ജെന്യുവനായിട്ടുള്ള ആ ഭാഷ സംസാരിക്കുന്ന, ആ നാട്ടിൽ നടക്കുന്ന, ഞാൻ ആ വെള്ളവനാട്ടുകാരനാണ്, ഒറ്റപ്പാലത്തുകാരനാണ്. എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപരിസരമാണ് ഇതിന്. അപ്പോൾ ഏതൊരു പോയിന്റിലാണ് ഇത് അവതരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത്? അല്ല, ഇത് ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ മെയിൻ ആക്ടർ എൻ്റെ സുഹൃത്താണ് സന്തോഷ്. അപ്പോൾ സന്തോഷോട് ഞാൻ പറഞ്ഞു, ഇത് ഉഗ്രനായുണ്ട്, നിങ്ങൾ നന്നായിട്ട് പബ്ലിസൈസ് ചെയ്തിട്ട്
വേണം ഇത് ചെയ്യാൻ, നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ കണ്ടെത്തണം, എന്നിട്ട് അങ്ങനെ ഒരു ഫേസുള്ള ആൾക്കാർ ചെയ്താലേ ഇത് എത്തുള്ളൂ ആൾക്കാരിലേക്ക്. അപ്പോൾ അവർ പറയുന്ന സാറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കമ്പനി അപ്പോഴേക്കും ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്, ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ LJ ഫിലിംസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായൊരു സിനിമയാണ്. അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലാൽ ജോസ് പ്രസൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ആ ഒരു ശ്രദ്ധയെങ്കിലും കിട്ടുമല്ലോ. ഇത് ഏതെങ്കിലും സൗഹൃദമായിട്ടുള്ളൊരു അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതിൽ വരുന്നുണ്ടോ? അല്ല, ഇതിൽ ഞാനിത് ചെയ്യാൻ കാരണം എനിക്ക് ഈ പടം ഇഷ്ടമായി എന്നുള്ളതാണ് കാരണം. പടം ഇഷ്ടമായി, ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. നമുക്ക് നമ്മളൊരു വേറൊരു പുതുമുഖങ്ങളാണ്. അല്ല അങ്ങനെയല്ല, പുതുമുഖങ്ങളെ വെച്ചിട്ട് ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് സങ്കടമാവും. അതുകൊണ്ടാണ് ശ്രമിച്ചു നോക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഈ സിനിമ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കുടുംബസമേതം പോയി സമാധാനമായിരുന്ന് കണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് നിരൂപകന്മാർ പറയണത് കേട്ടിട്ട് സിനിമ കാണാതിരിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ ഒരു സംവിധായകൻ പറയാണ് നിങ്ങൾ ഈ സിനിമ കാണണം. കാരണം ഇത് എല്ലാം ആശ്രയിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരം നല്ല ശ്രമങ്ങൾ, ചെറിയ ബഡ്ജറ്റിൽ നല്ല ഒരു സിനിമ ചെയ്തിട്ട് അത് ആളുകൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ശ്രമത്തിന് സ്കോപ്പില്ലാണ്ടായി. ഇപ്പം ഞാൻ തന്നെ നാളെ ഒരു ചെറിയ സിനിമ എല്ലാം പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഇത്രയും നന്നായിട്ട് ചെയ്ത നല്ലൊരു സിനിമ തിയേറ്ററിൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ ധൈര്യം വരും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ? നമ്മളെല്ലാവരും ചർച്ചകൾ പറയാറുണ്ട്, പുതിയ ആൾക്കാരെ കൊണ്ടുവരണം, അവർ വലിയ പൈസ വഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യും. നമ്മൾ ചെയ്യാം, എന്താ ചെയ്തിരിക്കുന്നു, നിങ്ങൾ കാണും. ഇത് നിങ്ങൾ കണ്ടാൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ള നല്ല ഗംഭീര ആക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര കൊള്ള പൈസ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നീ വേണ്ട, നിനക്ക് പകരം വേറൊരു ആളുണ്ടെന്ന് പറയാൻ ഒരാളെ കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ. ഇതിൽ കുറേ ആളുകളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇവരും ബിസി ആകുമ്പോൾ ഇവരും കാശ് കൂട്ടും. അപ്പം നമുക്ക് പുതിയ അടുത്ത ആൾക്കാരെ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, കോമ്പറ്റീഷൻ ഉണ്ടാവണം. അപ്പം ഈ വലിയ പൈസ ചോദിക്കുന്ന ആൾക്കാർക്കും 10 ദിവസത്തേക്കൊക്കെ 30-35 ലക്ഷം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പകരം ഇവിടെ 2 ലക്ഷം രൂപ കൊടുത്താൽ അഭിനയിക്കാൻ തയ്യാറായിട്ട് അതേപോലെ കഴിവുള്ള ഒരാൾ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആ 30 ലക്ഷം എന്നുള്ളത് 15 ലക്ഷം ആവും, അല്ലെങ്കിൽ 20 ലക്ഷം ആവും, അത്ര മിനിമം. അതെ, ഓക്കെ. പിന്നെ ഇതിലേക്ക് വന്നാൽ ഒരു മരണം ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണിത്, ട്രെയിലറിന് മനസ്സിലായില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈമയോ പോലത്തെ സിനിമകളൊക്കെ അത്ര ഒരു ആശയമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് കോലാഹലം? ഈമയോ, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വ്യസന സമേതം, ബന്ധുമിത്രാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഹ്യൂമറുണ്ട്. ഈ മരണം എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ എന്താ പറയണ്ടത്, അതിഗൗരവമായ ഒരു കഥ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഹ്യൂമറിൽ പൊതിഞ്ഞാണ് ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചിരി, ഒരു ഊറി വരുന്ന ഒരു ചിരിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ഒരു ഭയങ്കര പൊട്ടിച്ചിരിയോ കൈയടിച്ചാർത്ത ചിരിയൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പൊട്ടിച്ചിരി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് അറിയാം ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സിനിമ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവ പറഞ്ഞ പോലെ മരണം, അതുപോലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രേക്ഷകന് കൺഫ്യൂഷനും വരും. ഇതുപോലെ ഈ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കുറവുള്ളൊരു സിനിമയാവും ഈ ചിത്രം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു? അല്ല, ഇത് ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. ഇതിന് അവാർഡുകൾ കിട്ടിയത് അതിലുള്ള ടെക്നിക്കൽ എക്സലൻസ് കൊണ്ടാണ്. അത് വെരി വെൽ ഡയറക്റ്റഡ് ആണ്, വെരി വെൽ റിട്ടൺ ആണ്, നല്ല പെർഫോമൻസുകളുണ്ട്, നല്ല ഫോട്ടോഗ്രാഫി ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത് ഇത്രയും നല്ല കാര്യങ്ങളുള്ള ഒരു സിനിമ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടണമല്ലോ. ഇപ്പോൾ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പ്രിവ്യൂവിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും, കുടുംബങ്ങളും, സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു.
എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത് വെറുതെ ഒരു ഭംഗി വാക്കൊന്നല്ല, അവർ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവരത് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ താരതമ്യേന ചെറിയൊരു സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കൂടി ഇപ്പോഴത്തെ ഒരു കാലത്ത് പ്രസക്തമാണത്. അപ്പോൾ എത്രത്തോളം അതിൽ മാർക്കറ്റിംഗ് സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം ഞാനാണ്. ഞാൻ വന്നിരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പറയില്ല. അപ്പോൾ ഞാൻ ഇനി എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കളായിട്ടുള്ള റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സിനെയൊക്കെ ഞാൻ ഇന്ന് ഈ പ്രിവ്യൂവിന് ക്ഷണിച്ചവരൊക്കെ കണ്ടിരുന്നു. അവരെല്ലാവരും ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചില ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ലാൽ ജോസ് അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ആ സിനിമയ്ക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. ഓക്കെ. LJ ഫിലിംസ് ഒരു കാലത്ത് ഭയങ്കര എല്ലാ നല്ല സിനിമയ്ക്കും ഇപ്പം ഈ പേരുണ്ടായിരുന്നു. കിസ്മത്ത് പോലത്തെ അല്ലെങ്കിൽ ഈട പോലത്തെ സിനിമകൾക്കൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചെന്ന് സാറിന് പറഞ്ഞു? എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? എൻ്റെ കാരണം ഒരു കമ്പനിക്കും ഒരു ബിസിനസ് സ്ഥാപനം കൂടിയാണല്ലോ. അപ്പോൾ ഒരുപാട് തിരിച്ചടികൾ താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ സക്സസ് ഇല്ലായ്മ ഒരു 4-5 കൊല്ലമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ അവസാനം ഹിറ്റായൊരു സിനിമ ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമയാണ്. ഈ റോഷൻ മാത്യു അടക്കമുള്ള എല്ലാവരും വരുന്നത് ആ സിനിമയിലാണ്. അതാണ് അവസാനം ഹിറ്റായ സിനിമ, ഗണേഷ് രാജ് ഡയറക്റ്റ് ചെയ്ത സിനിമ. അതിനുശേഷം ചെയ്ത സിനിമകൾ ആ ലെവലിലേക്ക് വന്നില്ല. അത് ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങളെ വ്യക്തിപരമായിട്ടും കൂടി ബാധിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നപ്പോൾ തൽക്കാലം വന്ന് ഫ്രീസ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. നല്ല പ്രോജക്റ്റുകളായിട്ട് LJ ഫിലിംസ് തിരിച്ചു വരും. അത് വേണം എനിക്ക്. അതുപോലെ തന്നെ ലാൽ ജോസ് ഡയറക്ടറിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ 3 വർഷമായിട്ട് ഡയറക്ടഡ് ബൈ ലാൽ ജോസ് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ അടുത്ത പരിപാടികൾ എന്താണ്? അടുത്ത പൊനം എന്ന് പറഞ്ഞൊരു നോവല് സിനിമയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു ആക്ടർ അത് സ്ക്രിപ്റ്റൊക്കെ കേട്ട് ഇഷ്ടമായതാണ്. പക്ഷെ അത് ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞ സമയത്ത് പുള്ളി അത് ചെയ്തില്ല. പുള്ളിക്ക് അപ്പോൾ വേറെ ഏതൊരു പടം വന്നപ്പോൾ പുള്ളി അങ്ങനെ മാറി. ഇപ്പം അത് പഴയതായില്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഇപ്പം പഴയതായില്ലേ എന്ന് വെച്ചാൽ മൂപ്പര് തന്നെ വരാതിരുന്നോണ്ടാണ് നടക്കാതിരുന്നത്. അപ്പം അങ്ങനെ ആ സിനിമ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. മറ്റേ പൊനത്തിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഷറ വരട്ടെ. അതുപോലെ സാറിനെ കണ്ടാൽ എനിക്ക് ചോദിക്കണം എന്നുള്ള വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. മറുപത്തൂർ കനവിൽ പറഞ്ഞ പോലെ കോരസാർ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ അതിൽ കാണിക്കണമെന്നില്ല. അപ്പോൾ ആ ക്യാരക്ടറിനെ ശരിക്കും എന്തെങ്കിലും രൂപം നമുക്ക് സാറ് അങ്ങനെ അല്ല ശ്രീനിവാസ് സാർ എഴുതിയ സമയത്ത് എന്തെങ്കിലും രൂപം ഉണ്ടായിരുന്നോ? ഇല്ല, അത് പ്രേക്ഷകന് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഓരോ പ്രേക്ഷകനും അത് ഓരോ ആൾക്കാരാണ്. പിന്നെ പലരും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇന്ന ആളല്ലേ ഉദ്ദേശിച്ചിരുന്നത്, ഇന്ന ആളല്ലേ ഉദ്ദേശിച്ചിരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ രൂപം വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. എന്നാലും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരാളായിട്ട് ആ കാലഘട്ടത്തിലുണ്ട്. ഇല്ല, കാണിക്കാത്ത ഒരാളെ കുറിച്ച് നമ്മൾ എന്തിനാ ഒരു ഫോട്ടോ പോലും കാണിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സാറ് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. അതിനൊപ്പം ഒരു ഗാനരചയിതാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റും? അതിനെ ഗാനരചന എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചെറിയ ബിറ്റ് സോങ്സ് ചില റീ റെക്കോർഡിങ് സമയത്ത് ചില സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 വരി വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അത് അറിയത്തില്ലായിരുന്നു. അല്ല, അതാർക്കും അറിയില്ലായിരുന്നു. ഏതൊക്കെയാണെന്ന് പറയുമോ? അത് മീശ മാധവനിലെ മീശ 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 പിരിച്ചാൽ പഠിച്ച കള്ളൻ പണി പറ്റിക്കും കണ്ട ആ പാട്ട് ഞാൻ എഴുതി. അത് മാത്രമേ എഴുതിയുള്ളൂ? അത് എഴുതിയിട്ടുണ്ട്. പിന്നെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിലൊരു സോങ് ഉണ്ട്, കാരികൂരി കല്ലട മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ വരുന്നൊരു ടൈറ്റിൽ സോങ്. അത് ഞാൻ എഴുതിയതാണ്. പിന്നെ അതിൽ തന്നെ ഒരു ഇൻട്രോവലിന് മുമ്പുള്ള ഒരു സമയത്ത് ഒരു ഹൗസ് ബോട്ട് വരുന്ന സമയത്ത് ആ കുട്ടനാടിനെ കുറിച്ച് ഒരു 4 വരി ഒരു പാട്ടുണ്ട്, അത് ഞാൻ എഴുതിയതാണ്. ശരി. അതേപോലെ ഈ ക്ലാസ്മേറ്റ്സിൻ്റെ സമയത്ത് ഈ രസികൻ അതിന് മുന്നേ ജസ്റ്റ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ക്യാമറമാൻ രാജീവ് രവി സാറിന് അതിൽ
അടുത്ത സിനിമയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പരാജയപ്പെടുന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ, അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അല്ല രാജീവ് തന്നെ വേണം എനിക്ക് അടുത്ത പടത്തിൽ എന്ന് പറഞ്ഞിട്ട് സാറാണ് ക്ലാസ്മേറ്റ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ ശരിക്കും പറഞ്ഞാൽ? അല്ല, അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ എല്ലാ കാലത്തും ചില ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്. അത് രസികൻ പരാജയപ്പെട്ടത് കൊണ്ടല്ല. രാജീവ് ആ സമയത്ത് വർക്ക് ചെയ്ത സിനിമകൾ, മലയാളത്തിൽ വർക്ക് ചെയ്ത സിനിമകൾ അങ്ങനെ വലിയ വിജയങ്ങളൊന്നും ആയില്ല. അപ്പോൾ നാച്ചുറലി ക്ലാസ്മേറ്റ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ക്ലാസ്മേറ്റ്സിന് ഞാൻ രാജീവിനെ തിരിച്ച് വിളിച്ചു, രാജീവ് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൽ ആരും എന്നോട് രാജീവിനെ വെക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണഗതിയിൽ ആ കാലത്ത് അങ്ങനെ തുടർച്ചയായിട്ട് സക്സസ് ഇല്ലെങ്കിൽ അയാളെ പിന്നെ ആളുകൾ ഒഴിവാക്കും. പക്ഷെ ഇതൊരു ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഫീൽഡല്ല, ഒരുപാട് പണം ഇൻവോൾവ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പം അൺവാണ്ടഡ് റിസ്കുകൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരും എടുക്കില്ല. ഞാൻ പക്ഷെ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. എൻ്റെ രസികനെ ഓടാതിരുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ രാജീവ് ക്യാമറ ചെയ്തുകൊണ്ടൊന്നും അല്ല. അപ്പോൾ രാജീവിന് അറിയുന്ന ഒരു സമ്പന്നമായിട്ടുള്ളൊരു ക്യാമ്പസ് ലൈഫ് ഉണ്ടായിരുന്ന ആണ് രാജീവ്. അപ്പോൾ പുള്ളി വരുമ്പോൾ ആ ക്യാമ്പസിൻ്റെ മൊത്തം വൈബ് അറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ക്യാമറ ചെയ്യുന്നത്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അവിടുത്തെ SFI പിള്ളേരൊക്കെ വന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റാണല്ലോ, ഇൻഡസ്ട്രി ഹിറ്റാണ് സത്യം പറഞ്ഞാൽ. അതിനുശേഷം സാർ തിരഞ്ഞെടുത്ത അറബിക്കഥയാണ്, ശ്രീനിവാസൻ അഭിനയിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് ആരെ വേണമെങ്കിലും സാറിന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ പ്ലാൻഡ് ആയിരുന്നു അത്? അല്ല, ആരെ വേണമെങ്കിലും കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കിട്ടുന്ന ആളുകളെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടില്ല. എൻ്റെ കരിയറിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഞാനൊരു സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുക. ആ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാരാണ്, ഉള്ളതിൽ വാല്യൂ ഉള്ള ആൾക്കാരാരാണെന്നൊക്കെ നോക്കും. അവരെ കിട്ടിയില്ലെങ്കിലാണ് പിന്നെ വേറെ ആളുകളിലേക്ക് പോവുക. ഞാൻ മമ്മൂക്ക ആദ്യത്തെ സിനിമയിൽ കഴിഞ്ഞിട്ട് അന്ന് അത്ര വലിയ സ്റ്റാറൊന്നും അല്ലാതിരുന്ന ദിലീപാണ് പിന്നത്തെ നായകൻ. അത് കഴിഞ്ഞ് ചെയ്ത് രണ്ടാം ഭാവം സുരേഷ് ഗോപി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കുന്ന, കുറച്ച് സിനിമകളൊക്കെ ഫെയിലിയറായി നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ആയിരുന്നു നായകൻ. അത് കഴിഞ്ഞ് മീശമാധവൻ, ദിലീപ് ആ സിനിമയിൽ നിന്നാണ് സ്റ്റാർ എന്ന് വിളിക്കപ്പെട്ടത്. അപ്പം ഞാൻ മമ്മൂക്കയും സുരേഷ് ഏട്ടനും, അത് കഴിഞ്ഞ് പട്ടാളത്തിൽ വീണ്ടും മമ്മൂക്ക, അത് കഴിഞ്ഞിട്ട് പിന്നെ രസികൻ കഴിഞ്ഞ് ചാന്തുവട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നായകന്മാരെന്ന് പറയുന്നത് സലീം കുമാറാണ്. അച്ഛനുറങ്ങാത്ത വീട് സലീം കുമാർ, അറബിക്കഥയിൽ ശ്രീനേട്ടൻ, നീനയിൽ വിജയ് ബാബു. അപ്പോൾ ഞാൻ അങ്ങനെ താരങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ സിനിമ പ്ലാൻ ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ വരുന്ന കഥയ്ക്ക് പറ്റിയ ആൾക്കാർ. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് ചെയ്യണ സമയത്ത് പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തും ഒന്നും വലിയ സ്റ്റാർസ് ഒന്നുമല്ല. അവർ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും കാസ്റ്റിംഗ് ആ ക്യാരക്ടേഴ്സിന് പറ്റുന്ന ആളുകളെ കാസ്റ്റ് ചെയ്യാന്നുള്ള ഇതാണ്. ഈ മീശമാധവൻ്റെ കഥ, അതുപോലെ ഈ നിലമ്പൂരത്തെ ഒരു കള്ളൻ്റെ കഥയെന്ന് കിട്ടിയതെന്ന് പറഞ്ഞു. അതെ, അത് സത്യം. അത് നിലമ്പൂർ ഒരു ജയേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞങ്ങൾ ഈ മീശമാധവന് ആ പ്രോജക്റ്റിന് കഥയൊന്നും ശരിയാവാതെ ഇങ്ങനെ ഒരു യാത്ര പോയതാണ്, ഞാൻ എൻ്റെ റൈറ്ററും കൂടിയിട്ട്. അപ്പോൾ രാത്രിയായപ്പോൾ നിലമ്പൂർ എത്തിയപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ അന്ന് രാത്രി കാണാൻ വന്ന എൻ്റെ ഒരു ഫ്രണ്ടും, അവിടുത്തെ വിനോദ് എന്ന് പറഞ്ഞിട്ട് നിലമ്പൂരുള്ള ഒരു ഫ്രണ്ടുണ്ട്. അയാളുടെ ഫ്രണ്ടാണ് ഈ ജയേഷ്. അപ്പോൾ ആ രാത്രി ചർച്ചയിൽ ജയേഷ് പറഞ്ഞ ഒരു നിലമ്പൂരത്തെ ഒരു കള്ളൻ്റെ കഥയുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തത്. ആ കഥയല്ല നമ്മൾ ചെയ്തു. പക്ഷേ ഈ മീശമാധവനിലെ ചില സീനുകൾ അയാളുടെ ലൈഫിലെയാണ്. ഈ ചേട്ടനും സഹോദരങ്ങളെയൊക്കെ പഠിപ്പിച്ചത് മാധവനാണെന്ന് പറയുന്ന ആ സീനൊക്കെ അയാളുടെ ലൈഫിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തതാണ്. അത് ഒരു ഫൺ മൂഡിലേക്കാണ് മാറ്റി. അതെ. മറ്റേതൊരു ട്രാജിക് സ്റ്റോറി ആയിരുന്നു. ആ കള്ളൻ ആത്മഹത്യ ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആലോചിച്ച കഥയിൽ മീശമാധവൻ ആത്മഹത്യ ചെയ്യുന്നതൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് മാറ്റി ഫൺ ഫിലിമാക്കി മാറി.
അതുപോലെ സാറിൻ്റെ ഈ സിനിമകളിലെ ഗ്രാമങ്ങൾ ഭയങ്കര രസമാണ്. നമ്മളെ കഥാപാത്രങ്ങളൊപ്പം തന്നെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കും. ഇപ്പോൾ ചേക്കാണെങ്കിലും ശ്രാവണഗിരി, ആ എല്ലാം നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ ഈ കോലാഹലത്തിലേക്ക് വരുമ്പോൾ ഒരു നാട്ടിൻപുറം പശ്ചാത്തലമാണല്ലോ വരുന്നത്. അപ്പോൾ അത് അത്തരത്തിൽ ആകർഷിച്ചിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ ഒരു ഇതിൽ പറ്റിയൊരു സിനിമയാണ് ഈ കോലാഹലം. അല്ല, എനിക്ക് ഞാനൊരു ഗ്രാമീണനായതുകൊണ്ട് എനിക്ക് ഗ്രാമങ്ങളുടെ കഥ പറയുന്ന സിനിമകൾ ഇഷ്ടമായതുകൊണ്ട് ആയിരിക്കും അബോധപൂർവം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കും. പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല ഇതിന്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സിനിമകളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇത് ടോട്ടലി ന്യൂ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ. ജൂലൈ 11-നാണ് ചിത്രം തിയേറ്ററിൽ വരുന്നത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സിനിമ കാണില്ല. സിനിമ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം. ഇതിൽ അഭിനയിച്ചതാര് എന്നൊന്നും നോക്കണ്ട, നല്ല സിനിമയാണ്, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ച് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വന്ന് കാണാവുന്നൊരു സിനിമയാണ് ഈ സിനിമ. ഇത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ ഇത്തരം നല്ല സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. ചെയ്യാനിപ്പോൾ ആ സംവിധായകൻ പിന്നെ എന്തിനും ഇങ്ങനൊരു സിനിമ ചെയ്യും? ഈ സിനിമ വിജയിച്ചില്ലെങ്കിൽ അയാളുടെ മനസ്സും എടുക്കും. അയാൾ പിന്നെ ഈ താരങ്ങളുടെ പുറകെ അവരുടെ വീടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അനേക സംവിധായകരിൽ ഒരാളായിട്ട് മാറും. കാരണം അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഇത്തരം സിനിമകൾ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമാണ്. നല്ല നടന്മാരെയും ഒക്കെ സംഭാവന ചെയ്യുന്നത് ഇത്തരം സിനിമകളാണ്. ഇത്തരം സിനിമകളിലെ പെർഫോമൻസിലൂടെയാണ് ഇവരൊക്കെ അടുത്ത സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അവർ സിനിമകളിലൊക്കെ നല്ല റോളുകളിലൊക്കെ കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് നല്ല നടന്മാരെയും നല്ല ടെക്നീഷ്യൻസിനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളിത് ടി വിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ OTT വരുമ്പോൾ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു, ആ അഭിപ്രായം കൊണ്ട് ഈ ഇതിൽ പ്രവർത്തിച്ച ഒരാൾക്കും ഒരു ഉപകാരവും ഇല്ല. തിയേറ്ററിൽ പോയി കാണുമ്പോൾ, തിയേറ്ററിൽ വിജയിക്കുമ്പോഴാണ് ഇത്തരം നല്ല സിനിമകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ദയവേത് തിയേറ്ററിൽ പോയി കാണാം. പറഞ്ഞ പോലെ നല്ല വിജയമാവട്ടെ. ഓക്കെ, താങ്ക് യു സർ.